അസ്സലാമു വറഹ്മത്തുള്ള. ഇന്ന് മിസ്സ് നിങ്ങൾക്ക് ഒരു പുതിയ ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ക്ലാസ് നമുക്കൊരു പുതിയ ലെസനാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റാബിറ്റിനെ കുറിച്ച് അല്ലേ, ഒരു ഗേളിൻ്റെ പെറ്റായ റാബിറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളുടെ ഈ യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളൊരാളെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. ആരാണ് ആൾ? ആ പിക്ചർ നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലായി ആരാന്ന്? പോസ്റ്റ്മാൻ അല്ലേ. പോസ്റ്റ്മാൻ എന്താ അറബിയിൽ പറയുക? അറബിയിൽ മിസ് അന്നൊരു പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. പോസ്റ്റ്മാൻ എന്താ പറയാന്ന്? എന്താ പറയുക? സായിൽ ബരീദ്. എന്താണ്? സായിൽ ബരീദ്, പോസ്റ്റ്മാൻ. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോണത് പോസ്റ്റ്മാനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം മിസ് ലെസൺ ഒന്ന് വായിച്ചു തരാം. അത് മക്കൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഹാമിലുൽ ഫറഹ് അന മഹ്ബൂബുൻ ഇൻദ സിഗാരി വൽ ഖിബാർ അൽബസു ബിദ്ലത കാക്കിൽ ലൗനി യന്തളിറുൻ നാസു കുദൂമി ഹാമിലൻ അൽ അഫ്റഹ വൽ അഹ്സാൻ അദ്ഹബു കുല്ല സ്വബാഹിൻ ഇലാ മക്തബിൽ ബരീദ് അഹ്മിലു ഫി ഹക്കീബത്തി അർറസായില വൽ ഹവാലാത്തി വൽ മജല്ലാത്ത് അത്തജവ്വലു ഫിൽ മദീനത്തി വൽ ഖറിയത്തി ഔഖാത്തൽ ഹർരി വൽ ബർദി അംഷി ഫി ഷവാരിഇ അൽ വാസിഅത്തി വത്തുറുഖിൽ ളയ്യിഖ ഹൽ തഅരിഫുനി മൻ അന മലത് തിൽക അയ്യാമു സഈദ അൽ ആൻ ലാ യദ്കുറുനി അഹദ് വലൈസ ഫി ഹക്കീബത്തി ഇല്ലൽ മജല്ലാത്തു വൽ ഫവാത്തീർ വലാകിന്നി അഫ്തഖിറു ബിഖിദ്മത്തിൻ നാസി കസായിരിൽ മുവല്ലിഫീന വൽ മഖാതിബി മിസ്ല അശ്ശുർത്തി വൽ ജുന്ദി വത്തൊബീബി വൽ മക്തബിൽ ഖറവിയ വ മക്തബിൽ സിറാ. പണ്ട് കാലത്ത് ഈ പോസ്റ്റ്മാൻമാരെ വിളിച്ചിരുന്നത് അഞ്ചലോട്ടക്കാരെന്നായിരുന്നു. അഞ്ചലോട്ടക്കാർ. മിസ്സിനും കേട്ടുകേളിയും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ്, അതായത് നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പും അതുപോലെയുള്ള മീഡിയാസൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അറിയാനും അതുപോലെ തന്നെ ഗിഫ്റ്റ് ആയാലും ബുക്സ് ആയാലും എന്തും നമുക്ക് കൈപ്പറ്റാൻ വേണ്ടി നമ്മൾ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കാറുണ്ട്. ആ വ്യക്തിയാണ് ആര്? നമ്മുടെ പോസ്റ്റ്മാൻ. ഇന്ന് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാവുന്ന ആധുനിക സൗകര്യങ്ങളല്ലേ എല്ലാം എത്തി. അപ്പം അതുകൊണ്ട് തന്നെ പോസ്റ്റ്മാൻമാരുടെ ജോലിയും കുറഞ്ഞു തുടങ്ങി അല്ലേ. എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാത്രമേ അവരെ ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ. അതെ, ഇപ്പോൾ നമ്മൾ എന്താണ് എല്ലാവരും എന്താ പറയുക, വാട്സപ്പിലും അങ്ങനെയുള്ള മീഡിയാസിനൊക്കെ നമ്മൾ ആശ്രയിച്ച് തുടങ്ങി. അപ്പോൾ ഈ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ രാവും പകലും ഇല്ലാതെ ചൂടും വെയിലും ഇല്ലാതെ എല്ലാ ജോലി ചെയ്യുന്ന ആൾക്കാരെ പോലെ തന്നെ അവരും വളരെ ഹാർഡ് വർക്കായിട്ട് ജോലി ചെയ്യുന്നു. ഓരോ അഡ്രസ്സും അന്വേഷിച്ച് തേടിപ്പിടിച്ച് കണ്ടെത്തി അവരുടെ വീട്ടിൽ കൊണ്ട് ചെന്ന് കൊടുക്കും. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, എന്താ പറയുക, നല്ല സന്തോഷമുള്ള വാർത്തയൊക്കെ അവർക്ക് കൊണ്ടു ചെല്ലുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ഇവർക്ക് കൊടുക്കും. പണ്ട് കാലത്തൊക്കെ ഞാൻ മിസ്സ് കേട്ടിട്ടുള്ളതാണ്, അരി അതുപോലെ തേങ്ങ അങ്ങനത്തെ ഒക്കെ ആൾക്കാർ എന്ത് ചെയ്യും, ഇവർക്ക് കൊടുക്കാറുണ്ടെന്ന് മിസ്സ് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ പൈസയൊക്കെയാണ് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ട്. ഒരു സന്തോഷമുള്ള വാർത്ത നമ്മൾ അറിയിച്ചൊരു വ്യക്തി എന്ന നിലയിൽ. അങ്ങനെ നമ്മുടെ പോസ്റ്റ്മാനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഈ ലെസണിൽ നമ്മൾ പറയാൻ പോണത്. അപ്പോൾ എന്തൊക്കെയോ നമ്മുടെ പോസ്റ്റ്മാന് വിഷമമുണ്ട്. അപ്പോൾ എന്താണ് വിഷമം? അപ്പോൾ പോസ്റ്റ്മാൻ എന്താ പറയുന്നത് നമുക്ക് കേട്ടാലോ.
അപ്പം നമുക്കൊന്ന് കേട്ട് നോക്കാം എന്താണ് നമ്മുടെ പോസ്റ്റ്മാൻ, നമ്മുടെ സാഹിൽ ബരീദ് നമുക്ക് അവൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അർത്ഥം നോക്കാം. ഹാമിലുൽ ഫറഹ്, സന്തോഷവാഹകൻ. എന്താണ് അർത്ഥം? ഹാമിലുൽ ഫറഹ് ഹെഡിങ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് സന്തോഷം കൊണ്ടുവരുന്ന ആൾ, അതാണ് കേട്ടോ. അന മെഹബൂബുൻ ഇന്ദ സിയാരി വൽ ഖിബാർ. അന മെഹബൂബുൻ, ഞാൻ ഇഷ്ടപ്പെട്ടവനാണ്. ഇന്ദ സിയാരി, ചെറിയവർക്കും, വൽ ഖിബാർ, വലിയവർക്കും. അതായത് ചെറിയ കുട്ടികൾക്കായിക്കോട്ടെ വലിയ ആൾക്കാർക്കായിക്കോട്ടെ എന്നെ വളരെ ഇഷ്ടമാണ്. അൽബസു ബിദിലത്ത കാക്കിൽ ലൗനി, കാക്കി നിറത്തിലുള്ള യൂണിഫോമാണ് ഞാൻ ധരിക്കാറ് പണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ്മാൻമാരുടെ യൂണിഫോമിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് അവർ കാക്കി, നമ്മൾ ഡ്രൈവേഴ്സിൻ്റെ യൂണിഫോം, ഡ്രൈവേഴ്സ് പോലീസിൻ്റെ ഒക്കെ ഡ്രസ്സില്ലേ, അതുപോലെ ഇവരും ആ കാക്കി നിറത്തിലുള്ള യൂണിഫോമാണ് ധരിക്കാറ്. എന്തളിറു നാസു കുദൂമി, ജനങ്ങൾ എന്ത് ചെയ്യും, എൻ്റെ വരവ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. ഹാമിലൻ അൽ അഫ്റാഹ വൽ ഹസാൻ, ഞാൻ എന്ത് വഹിച്ചുകൊണ്ടാണ് വരാറ്, എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാകും? ദുഃഖങ്ങളുള്ള വാർത്ത ഉണ്ടാവും, അതുപോലെ സന്തോഷകരമായ വാർത്തയുണ്ടാവും. അഫ്റാഹ എന്ന് വെച്ചാൽ സന്തോഷകരമായ വാർത്ത, ഹസാൻ എന്ന് വെച്ചാൽ ദുഃഖം നിറഞ്ഞ വാർത്ത. അപ്പം ഞാൻ ദുഃഖവും സന്തോഷമൊക്കെ വഹിച്ചുകൊണ്ടിരിക്കും എൻ്റെ വരവ്. അദ്ഹബു കുല്ല സ്വബാഹിൻ ഇലാ മക്തബിൽ ബരീദ്, ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണ്? അദ്ഹബു കുല്ല സ്വബാഹിൻ, എല്ലാ ദിവസവും രാവിലെ ഞാൻ എന്ത് ചെയ്യും? ഇലാ മക്തബിൽ ബരീദ്, പോസ്റ്റ് ഓഫീസിലേക്ക് പോകും. അവിടെ ആദ്യം പോയി ഓഫീസിലൊക്കെ ഒപ്പിട്ടാണ് പിന്നെ അവർ ജോലിക്ക് ഇറങ്ങുന്നത്. ഒപ്പിട്ട് കഴിഞ്ഞ് അന്നന്ന് കൊടുക്കേണ്ട സ്ഥലത്തേക്കുള്ള ലെറ്റേഴ്സ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യാറ്, അവർ വരാറ്. അഹ്മിലു ഫി ഹക്കീബത്തി അർ റസായില വൽ ഹവാലാത്തി വൽ മജല്ലാത്ത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഓഫീസിലൊക്കെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ബാഗിൽ ഞാൻ കത്തുകളും അതുപോലെ ട്രാൻസ്ഫർ അതുപോലെ മാഗസീൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, കളക്ട് ചെയ്ത് എൻ്റെ ബാഗിൽ ഞാൻ കീപ്പ് ചെയ്യും. എന്നിട്ടോ അത്തജവ്വലു ഫിൽ മദീനത്തി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ടൗണ് മുഴുവനും ചുറ്റി കറങ്ങും. വൽ ഖറിയത്തി, വില്ലേജും. ഔക്കാത്തൽ ഹർരി വൽ ബർദി, ചൂടുള്ള സമയത്തായിക്കോട്ടെ തണുപ്പുള്ള സമയം, അതായത് ചൂടും തണുപ്പും ഒന്നും നോക്കാതെ ഞാൻ വില്ലേജിലും അതുപോലെ ടൗണുകളിലൊക്കെ എന്ത് ചെയ്യും, ഈ കത്തുകളും ഈ ട്രാൻസ്ഫറുകളും ഈ മാഗസീനൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങും. അംഷി ഫി ഷവാരിയിൽ വാസിയത്തി വ തുർക്കി ലൊയ്ക്ക, അംഷി ഞാൻ നടക്കും, ഫി ഷവാരിയിൽ വാസിയ വിശാലമായ റോട്ടിലൂടെ, ഷവാരി എന്ന് വെച്ചാൽ റോഡുകൾ, ഷാരി റോഡ്, ഷവാരി റോഡുകൾ, വ തുർക്കി വഴികളിലൂടെയും റോഡുകൾ എങ്ങനെയുള്ള വഴി, വ തുർക്കി ലൊയ്ക്ക ഇടുങ്ങിയ വഴികളിലൂടെയും വിശാലമായ റോഡിലൂടെയും ഞാൻ എന്ത് ചെയ്യും, നടക്കും. ഹൽ താരിഫുനി മൻ അന, ഹൽ താരിഫുനി നിങ്ങൾക്കറിയുമോ, മൻ അന ഞാൻ ആരാണെന്ന്, ഞാൻ ആരാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ആൻസർ ചെയ്യുക, ആരാണ് ആള്? സാഹിൽ ബരീദ് മീൻസ് പോസ്റ്റ്മാൻ. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം, ആ ബ്ലാങ്ക് ആയ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, സാഹിൽ ബരീദ് നമ്മൾ എഴുതണം. മലത്ത് തിൽക്ക അയ്യാമു സഈദ, മലത്ത് കഴിഞ്ഞുപോയി, തിൽക്ക അയ്യാമു സഈദ ആ സന്തോഷമുള്ള ദിവസങ്ങളെല്ലാം കഴിഞ്ഞുപോയി. അൽ ആൻ ഇന്നു ഞാൻ, ലാ യദ്കുറുനി എന്നെ ആരും ഓർക്കുന്നില്ല. ഇന്നെന്താണ്, എന്നെ ആരും ഓർക്കുന്നില്ല. അഹദുൻ ഒരാളും, ഇന്നൊരാളും എന്ത് ചെയ്യുന്നില്ല, എന്നെ ഓർക്കുന്നില്ല. വലൈസ ഫി ഹഖീബത്തി എൻ്റെ ബാഗിൽ ഇല്ലൽ മജല്ലാത്ത് മാഗസീൻ അല്ലാതെ, വൽ ഫവാത്തിർ
ചില ബില്ലുകളും. ബില്ലും മാഗസീനും അല്ലാതെ എൻ്റെ ബാഗിൽ ഇന്നും ഒന്നും ഇല്ല. വലാക്കിന്നി പക്ഷേ അഫ്തഹിറു ഞാൻ അഭിമാനിക്കുന്നു ബി ഖിദ്മത്തിന്നാസി ജനങ്ങളെ സേവിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിൽ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, അഭിമാനിക്കുന്നു. കസായിരിൽ മുവല്ലഫീന മറ്റുള്ള ഉദ്യോഗസ്ഥർ, മറ്റ് ജോലിക്കാർ എങ്ങനെയാണോ അഭിമാനിക്കുന്നത് അതുപോലെ തന്നെ ഞാനും എൻ്റെ ജോലിയിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നു. പിന്നാരെ പോലെ വൽ മക്കാത്തീബ് ചില ഓഫീസുകളെ പോലെ, ചില ഓഫീസുകളെ പോലെയും ചില ഉദ്യോഗസ്ഥരെ പോലെയും ഞാനും എന്ത് ചെയ്യുന്നു, എൻ്റെ ജോലിയിൽ അഭിമാനം കൊള്ളുന്നു. മിസല എങ്ങനെയുള്ള ആൾക്കാർ, അഷുർത്തിയു പോലീസ്മാൻ, ഷുർത്തിയ പോലീസ്മാൻ, വൽ ജിന്ദിയു സോൾജിയർ പട്ടാളക്കാർ, വ തൊബീബു ഡോക്ടർ, വ മക്തബുൽ കറവിയ ഗ്രാമ പഞ്ചായത്ത് ഓഫീസ്, വ മക്തബു സിറാ അഗ്നി കൾച്ചറൽ ഓഫീസ്, അതായത് കൃഷിഭവനിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഗ്രാമ പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോൾജർ ആയിക്കോട്ടെ, സൈനികനായിക്കോട്ടെ, അല്ലെങ്കിൽ പോലീസ് ആയിക്കോട്ടെ, ഇവരൊക്കെ എങ്ങനെയാണോ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്, അവർ എങ്ങനെയാണോ അവരുടെ ജോലിയിൽ അഭിമാനം കൊള്ളുന്നത് അതുപോലെ തന്നെ ഞാനും എന്ത് ചെയ്യുന്നു, എൻ്റെ ജോലിയിൽ അഭിമാനം കൊള്ളുന്നു. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് സ്ഥാപനങ്ങൾ കൊടുത്തു, അതായത് ജനങ്ങളെ സേവിക്കുന്ന ചില സ്ഥാപനങ്ങൾ. ഫോർ എക്സാമ്പിൾ മുസ്തഷ്ഫ പറയുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നത്, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചികിത്സയ്ക്ക് നമ്മൾ അവിടെ പോകുന്നു അല്ലേ. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നമുക്ക് ചികിത്സയൊക്കെ ഓൾമോസ്റ്റ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഫ്രീ ആയിട്ടാണ് നമുക്ക് ലഭിക്കാറ്. അങ്ങനെ ഇവിടെ കുറച്ച് സ്ഥാപനം, അതായത് സ്കൂളുകളാണ് നമുക്ക് കുട്ടികൾക്ക് അറിവ് നൽകുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്യൂട്ടായ സ്ഥാപനം ഏതാണ്, ഏത് ഓഫീസിൽ ചെന്നാണ് നിങ്ങൾക്ക് ഇത്, അല്ലെങ്കിൽ ഏത് ഓഫീസിൻ്റെ അണ്ടറിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ മിസ് വായിക്കാം. യക്കൂമു ബി ബിനാ ഇ ഷവാരിൽ ഖറിയ ഗ്രാമത്തിലെ റോഡുകളെല്ലാം ശരിയാക്കുന്നത്. അത് ഏത് സ്ഥാപനത്തിൽ, ഏത് ഓഫീസിൻ്റെ അണ്ടറിലാണ് ഗ്രാമത്തിലെ റോഡുകളെല്ലാം ശരിയാക്കുന്നത്? ഇതിലാണ് അൽ മക്തബുൽ ഖറവിയ അല്ലേ. പഞ്ചായത്ത് ഓഫീസ് മുഖേനയാണ്, പഞ്ചായത്ത് മുഖേനയാണ് നമ്മൾ ഗ്രാമത്തിലെ റോഡുകളെല്ലാം നിർമ്മിക്കുന്നത്. അതുപോലെ യക്കൂമു ബി തൗസീഇ റസായിലി വത്തുറൂത്ത്, അതായത് കത്തുകളും ഡ്രാഫ്റ്റുകളും അതുപോലെ പാഴ്സൽസും ഇതൊക്കെ നമുക്ക് വിതരണം ചെയ്യുന്നത് ഏത് ഓഫീസ് മുഖാന്തരമാണ്? മക്തബുൽ ബരീദ് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. അതുപോലെ യഖബിലു അല ലുസൂസ് കള്ളന്മാരെ പിടിച്ചിരുന്ന സ്ഥലം ഏതാണ്? മർക്കസു ഷുർത്തത്ത് പോലീസ് സ്റ്റേഷൻ. പിന്നെ മക്കാനു ദിറാസ പഠിക്കാനുള്ള സ്ഥലം, നമ്മൾ പഠിക്കുന്ന സ്ഥലം ഏതാണ്? അൽ മദ്രസ, ഏതാണ്? സ്കൂൾ. മക്കാനുൽ ഫഹ്സി വൽ ഇലാജ് ചികിത്സയ്ക്കും അതുപോലെ മരുന്നിനും പരിശോധനയ്ക്കൊക്കെ നമ്മൾ പോകുന്നത്, ചികിത്സയ്ക്ക് നമ്മൾ പോകുന്ന സ്ഥലം ഏതാണ്? മുസ്തഷ്ഫ. നഹ്സുലു മിൻഹു അല ഷത്ലാത്തി വൽ ഹുബൂബ് വിത്തുകളും ചെടികളും തൈകളൊക്കെ നമുക്ക് കിട്ടുന്ന സ്ഥലം എവിടുന്നാണ്? മക്തബു സിറ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് നേരെ എന്ത് ചെയ്യണം? ആ സ്ഥാപനത്തിൻ്റെ പേര് എടുത്ത് നമ്മൾ എഴുതണം. അത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക കേട്ടോ. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാഹിൽ ബരീദിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ ഇവിടെ നമ്മുടെ ഷുർത്തീനെ കുറിച്ചിട്ട്, പോലീസ്മാനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ കുറച്ച് ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹിൻഡിൻ്റെ അർത്ഥം മിസ് പറഞ്ഞുതരാം. സിയുൻ വസ്ത്രം, ബിദിലത്തെ കാക്കിൽ ലൗനി കാക്കി നിറത്തിലുള്ള യൂണിഫോം, അതായത് കാക്കി യൂണിഫോം. അസ വടി, പോലീസ്മാൻ്റെ കയ്യിൽ കണ്ടില്ല, ഒരു വടി കണ്ടില്ല, അത് കേട്ടോ. യഹാഫു മിൻഹു ഭയപ്പെടുന്നു. ഹിഫാലുൻ അലൽ മാൽ നമ്മളുടെ സമ്പത്ത് സംരക്ഷിക്കുന്നു. ഖിദ്മത്തുന്നാസ് ജനങ്ങളെ സേവിക്കുന്നു. അൽഹറു വൽ ബർദു ചൂടും തണുപ്പും. വല്ലയിലു വന്നഹാറു രാത്രിയും പകലും. അപ്പോൾ ഹിന്ദി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോലീസ്മാനെ കുറിച്ചിട്ട്, ഷുർത്തീനെ കുറിച്ചിട്ട് എഴുതേണ്ടത്.
നെക്സ്റ്റ് വൺ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, മലയാളത്തിൽ വിപരീതം എന്ന് പറയും. അതുപോലെ നമ്മൾക്ക് അറബിയിലുമുണ്ട് എന്ത് വിപരീതം. അപ്പോൾ ലാ തലഹക് കസീറൻ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അധികം ചിരിക്കരുത്. ബിൽ ഫറഹി, സന്തോഷം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചിരിക്കരുത്. വലാ തബ്കി, നിങ്ങൾ കരയാനും പാടില്ല. ഫിൽ, ഇവിടെ സന്തോഷമാണ്, സന്തോഷത്തിൻ്റെ ഹാപ്പിയുടെ ഓപ്പോസിറ്റ് എന്താണ്, സാഡ്. ഫിൽ ഹുസിനി, ദുഃഖം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കരയാനും പാടില്ല. ഷാരിയുൽ മദീന, പട്ടണത്തിലെ റോഡ് വാസിയോൻ, വിശാലമായതാണ്. വഷാരിയുൽ ഖറിയ, എന്നാൽ ഗ്രാമത്തിലെ റോഡുകളോ, വാസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, നമ്മുടെ ഇപ്പം പറഞ്ഞ ലെസണിലുണ്ട്. ലൊയ്യിക്കുൻ, ഇടുങ്ങിയത്. എന്നാൽ ഗ്രാമത്തിലെ റോഡുകൾ എന്താണ്, ഇടുങ്ങിയതാണ്. യദ്ഹബുൽ ഔലാദു ഇലൽ മദ്റസതി സ്വബാഹൻ, യദ്ഹബുൽ ഔലാദു, കുട്ടികൾ പോകുന്നു, ഇലൽ മദ്റസതി, സ്കൂളിലേക്ക്, സ്വബാഹൻ, മോർണിംഗിൽ. വയർജിഊന, അവർ മടങ്ങുന്നു, ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. എപ്പോഴാണ് മടങ്ങുന്നത്, സ്വബാഹിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, മസാഅൻ. യുഹിബുൽ ഖിബാറു, വലിയവർ ഇഷ്ടപ്പെടുന്നു, ഇഖ്വാനഹും, അവരുടെ സഹോദരന്മാരെ, ബ്രദേഴ്സിനെ. എങ്ങനെയുള്ള ബ്രദേഴ്സിനെ ഇഷ്ടപ്പെടുന്നത്, ഖിബാറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, സിഗാർ, അവരുടെ കുഞ്ഞി അനിയന്മാരെ. അതുപോലെ യസ്തദ്ദുൽ ബർദു, തണുപ്പ് ശക്തിയാകുന്നു. ഫി മൗസിമി ഷിത്ത, ശൈത്യം അതായത് തണുപ്പുള്ള സമയത്ത് നമുക്കെന്താണ്, അതായത് മഞ്ഞുകാലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും, വളരെ ഡിസംബർ നവംബർ മാസത്തിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന വളരെ തണുപ്പ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, തോന്നാറുണ്ട്. വയസ്തദ്ദുൽ ഹെറു, എന്നാൽ ചൂട് എപ്പോഴാണ് നമുക്ക് തോന്നാറ്, ഫി മൗസിമി സൈഫി, വേനൽക്കാലത്ത് അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ചൂടിൻ്റെ ഒരു ഇതിലാണ് അല്ലേ. മാർച്ച് ഏപ്രിൽ തുടങ്ങിയാൽ നമുക്ക് നല്ല ഹാർഡായിട്ട് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ റെഡ് കളറിൽ എഴുതിയ വേർഡിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബ്ലാങ്ക് ആയ സ്ഥലത്ത് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക, ലെസൺ വായിക്കുക. ഒരു 5 times എങ്കിലും ലെസൺ നന്നായിട്ട് വായിക്കുക. അതുപോലെ ലെസൺ വായിച്ച് കഴിഞ്ഞതിന് ശേഷം മിസ്സ് എഴുതാൻ പറഞ്ഞ് നോട്ട്സൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. പിന്നെ വേർഡ് മീനിങ് ഒക്കെ മിസ്സ് ബാക്കിയുള്ള നോട്ട്സ് എല്ലാം വേർഡ് മീനിങ് കൂടാതെ ബാക്കി നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മിസ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അയച്ചുതരാം. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് എഴുതി നോക്കി നോക്കുക. മിസ്സ് അയക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. പിന്നെ മിസ്സ് അയച്ചതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഓക്കെ.